ഞാൻ ഇപ്പോൾ എടുത്ത് കാണിക്കാം. എനിക്കൊരു 15 മിനിറ്റ് മുമ്പ് വന്നൊരു മെസ്സേജ്, ഏഷ്യാനെറ്റിലെ തന്നെ ഒരു ഉന്നത സ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാൾ എനിക്ക് അയച്ചേക്കുന്ന മെസ്സേജ്. എടുക്കുക, നമുക്ക് കാണിക്കാം, വേണമെങ്കിൽ വായിക്കാം. ആളാരാന്ന് ഞാൻ പറയുന്നില്ല. ഇതെന്താ ആളെ പറയാൻ എന്തിനാണ് എനിക്കൊരു പേടിയില്ലെന്ന്. എനിക്കോ അല്ലെങ്കിൽ പിന്നെ പേര് പറയില്ലേ മറ്റേ കുറച്ചുകൂടെ അഖിൽമാരാര് പെൺകുട്ടികള് ഈ ചില ആളുകളെ സൂമൊന്നും ചെയ്ത് നോക്കരുത്. ചില ആളുകളുടെ കൂടെ പോയി അഖിൽമാരെ പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റ് അതാ അവിടെയാണ്. അവിടെ ഇനിയും മത്സരാർത്ഥികൾ സ്ത്രീകളുണ്ടോ അവിടെ? ഇല്ലേ, ഉണ്ടോ? സ്ത്രീകളുണ്ടോ? ഓക്കെ. ഐ വാസ് ഒരു പർട്ടിക്കുലർ ചുമതല പറഞ്ഞിട്ട് ഡാഷ് ഓഫ് ഏഷ്യാനെറ്റ് ഇൻ 2019 to 2020 വാട്ട് യു സെഡ് ഈസ് കറക്റ്റ്. ഏഷ്യാനെറ്റിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അനുവാദം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പുറത്ത് പറഞ്ഞോട്ടെ. കാരണം ഒരാൾ എന്നെ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നാളെ നിങ്ങളെ വിളിച്ച് രഹസ്യം പറയാൻ പറ്റും. നിങ്ങൾ എന്നെ നശിപ്പിച്ചോളായില്ല, ആ വേലയൊക്കെ കൈവച്ചിരുന്നത്. അല്ല, ഇത് രഹസ്യമല്ല. അഖിൽ ചിന്തിക്കണം. സിമ്പിൾ ആയിട്ട് സിമ്പിളല്ല. ഞാൻ എന്നോട് എത്രയോ സ്ത്രീകൾ ബിഗ് ബോസിന്റെ അകത്ത് പോകാത്ത സ്ത്രീകളുണ്ട്. അവരുടെ വീട്ടിലൊക്കെ ഇപ്പൊ ഭയമല്ല. അഖിൽ പറയല്ലേ, അഖിൽ പറഞ്ഞ കാര്യത്തിൽ ആ വീട്ടിലിരിക്കാൻ അച്ഛനും അമ്മയ്ക്കും തെറ്റ് ചെയ്യാത്തവർക്ക് ഒരു ശതമാനം പോലും വിഷമമില്ല. അവർക്കുണ്ടല്ലോ എന്റെ മോൾ അവിടെയാണ്, എന്താണ് സംഭവിച്ചെന്നുള്ള ഭയം. ആ പിള്ളേരെ ഓർത്ത് അച്ഛനും അമ്മനും ഭയമില്ലേ? അല്ലെ കൂടപ്പുറപ്പുകൾക്ക് ഭയമില്ലേ? അവർക്ക് എല്ലാവരും ചോദിച്ചിഹ്നത്തിന്. ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിലേക്ക് വരുന്ന ഒരു മത്സരാർത്ഥി പൊതുവെ വീട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് പോകുന്നവരല്ല. പൊതുവെ ഇപ്പം കഴിഞ്ഞ സീസണിൽ ഇപ്പൊ ശോഭ തന്നെ പറഞ്ഞ എന്താ, ശോഭയുടെ കാരണം ബിഗ് ബോസിലെ കഴിഞ്ഞ സീസണിൽ ഒരു മികച്ച മത്സരാർത്ഥിയായിരുന്നല്ലോ ശോഭ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ശോഭയുടെ വീട്ടുകാർക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു ശോഭയുടെ ചേട്ടൻ. അതുകൊണ്ടാണ് നമ്മുടെ ഫാമിലി എപ്പിസോഡ് വന്ന സമയത്ത് ഇവർ വരാഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ എല്ലാ മത്സരാർത്ഥികളും, കാരണം ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് അതിനെക്കുറിച്ചിട്ട് അത്ര താല്പര്യമൊന്നും ഉണ്ടാവണമെന്നില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മറ്റും കാര്യത്തിൽ. അവരുടെ സ്വന്തം പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട് അത് നല്ല കാര്യമാണ്. അവനവൻ്റെ നിലപാട് അവനവൻ തന്നെ എടുക്കണം, അത് പോകണം. പക്ഷേ ഇതുവരെ കഴിഞ്ഞു. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ല, എന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ല. എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് ആണിനെയും പീഡിപ്പിക്കാൻ പെണ്ണിനെയും പീഡിപ്പിക്കാൻ കേട്ടോ, വലിയ കാര്യമൊന്നും ഉള്ള കാര്യമല്ല. കാര്യം ഇന്നത്തെ കാലത്ത് അവന്മാർക്ക് ആരെ വേണമെന്നില്ല പോയി ചെയ്യാം. അല്ല ഞാൻ പറഞ്ഞത്, അത് പോകണമെങ്കിൽ പോവാം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരാൾ ചോദിക്കണം സ്ത്രീകളെ മാത്രമേ പീഡിപ്പിക്കുള്ളൂ, സ്ത്രീകളെ മാത്രമല്ലല്ലോ, പുരുഷനെയും ശാരീരികമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ അവർക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലം അവരിതെല്ലാം പറയുന്നത് അവർക്ക് പേടിയാണെന്നേ. കാര്യം എന്ന് പറഞ്ഞാൽ എന്തറിയോ, ഇപ്പോഴും ഈ സിബിൻ്റെ കേസ്, സിബിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഇവർ. പുറത്ത് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു കളയും, കരിയർ ഇല്ലാതാക്കി കളയും, മറ്റേത് ചെയ്ത് മറിച്ച് ചെയ്ത് കളയും എന്ന് പറഞ്ഞിട്ട് ഇവനെ ഭ്രാന്തനാക്കി ചിത്രീകരിക്കാൻ കൂടെ ശ്രമിച്ചു കളഞ്ഞു. നമുക്കിത് നിങ്ങൾ ആലോചിക്കണം, നമുക്കിതിനകത്ത് എന്തുകൊണ്ട് അത്ര ദേഷ്യം വരുന്നറിയാവോ? ബൈപ്പോളാർ ഡിസീസിനുള്ള ഒരു മെഡിസിൻ ഒരു രീതിയിലും പോലും ജീവിതത്തിൽ സൈക്കാട്രിക് മെഡിസിൻ കഴിക്കാത്ത ഒരുത്തനെടുത്ത് കൊടുക്കുക. സിബിൻ്റെ കയ്യിൽ അവൻ്റെ എക്സ്ക്ലൂസീവ് നിങ്ങൾക്ക് കിട്ടിയാൽ അവൻ അതിൻ്റെ പ്രൂഫ് അടക്കം പുറത്ത് വിടും. അവൻ്റെ കയ്യിൽ ആ മെഡിസിൻ്റെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്ക് വെറുതെ വിളിച്ചു പറയാൻ എനിക്ക് നട്ടപ്രാന്തൊന്നുമില്ല. സിബിൻ പറയുകയും ചെയ്തു, സിബിൻ അത് പുറത്ത് വിടുകയും ചെയ്യും. അത് പറഞ്ഞപ്പോൾ അത് അവൻ്റെ ഒരു എക്സ്ക്ലൂസീവായിട്ട് പോട്ടെ, ഞാനത് പറയേണ്ട കാര്യങ്ങളല്ലല്ലോ. പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ തോന്നുന്നൊരു വിഷമം എന്ന് പറയുന്നത്, ഇമാതിരി തെമ്മാടിത്തരങ്ങൾ ഇന്നലകളിൽ പലരോടും കാണിച്ചു വെക്കുകയും അതിൽ പല ആൾക്കാർ നിശബ്ദരാകുകയും പറയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. എനിക്ക് തന്നെ ബിഗ് ബോസിൽ എത്ര പേര് മെസ്സേജ് അയക്കുന്നുണ്ടെന്നറിയോ, അഖിലേട്ടൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നിങ്ങളുടെ കണക്ക് സംസാരിക്കാൻ നമുക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്തിനാണ് പേടിക്കുന്നത്? ആരെ പേടിക്കുന്നത്? ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഇവന്മാരാണോ? ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഇവന്മാരല്ല. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ ഇവന്മാരാണ് നമ്മൾ വരുത്തി തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലും തലപ്പത്തിരിക്കുന്നവരല്ലേ. അനന്ത തലപ്പത്തിരിക്കുന്നവരുടെ തലപ്പത്തിരിക്കുന്നവരെന്നല്ല പറഞ്ഞത്. തലപ്പത്തിരിക്കുന്നവരുടെ തലയും കറുത്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ താഴെ പോയി കിടക്കത്തുള്ളൂ. ഇവൻ ആരായാലും നമുക്ക് എന്തുവാ? ഈ രണ്ടുപേരുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ശിക്ഷിക്കാൻ ഈ രാജ്യത്ത്, ഇന്ത്യൻ പ്രസിഡന്റിനെ ശിക്ഷിക്കാൻ ഈ രാജ്യത്ത് സുപ്രീം കോടതി ജീവിത എമ്മാടത്തരം കാണിച്ചാൽ ശിക്ഷിക്കാം. പിന്നെ ഏതവൻ തലപ്പത്തിരിക്കാന്ന് വെച്ചാൽ എന്താ? അല്ല, അതൊക്കെ അഖിൽ ബാലു പറഞ്ഞതിൽ തന്നെ തുടങ്ങാം. രണ്ടുപേരുടെ പേര് പറയുന്നില്ല. അത് പറയാത്തത് ആ ഇരകൾ എന്നോട് പറയുകയാണ്, ചേട്ടാ എനിക്കിത് കേസ് കൊടുക്കാൻ താല്പര്യമുണ്ട്, ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്താൻ പോവുകയാണ്, ചേട്ടൻ സപ്പോർട്ട് ചെയ്യുമോ? 100% സപ്പോർട്ട് ചെയ്യും. എന്നോടാ കാണിച്ചിരുന്നുണ്ടെങ്കിൽ ചെബുക്കലടിച്ചാൻ പറഞ്ഞു. ഇത്രയ്ക്കും വീഡിയോ ഒക്കെ വന്നിട്ട് ആ ഇരകൾ അഖിലിനെ വിളിച്ചില്ലേ ഇതുവരെ? എന്നോട് ഞാൻ പറഞ്ഞില്ല, ഇത് ആ ഇരകൾ വിളിച്ചില്ലേ ഇതുവരെ? അവര് വിളിച്ചിട്ട് പറയുന്നത്, ചേട്ടാ ഇത് വഷളാക്കണ്ട. കാരണം ഇതിനകത്ത് വേറൊരു രസം ഞാൻ പറയാം. ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ ഇവരെ ആരെയൊക്കെയാണ് ഇവർ വിളിച്ചുകൊണ്ട് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം. അതുകൊണ്ട് വിളിച്ച് മാക്സിമം സെറ്റിൽമെന്റ് ഇന്നലെ രാത്രി തൊട്ട് നടത്തി കഴിഞ്ഞു. എൻ്റെ പൊന്നു പെങ്ങളെ, എൻ്റെ പൊന്നുമോളെ, നീ പറയല്ലേ എന്ന് പറഞ്ഞ കരച്ചിലും പിഴിച്ചിലും അടക്കം എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, ചാനലിലുള്ള കംപ്ലീറ്റ് ഷോയും എടുത്തു തരാം, ആ കാലനാ നിന്നെ പീഡിപ്പിച്ചെന്ന് പറയാമെന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞു എന്നല്ല പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അത് വേണമെങ്കിൽ അങ്ങനെ പറയും. പറയുമ്പോൾ ക്ലാരിറ്റി ഉണ്ടല്ലോ. ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, മേ ബി ഒരു പക്ഷേ പറഞ്ഞേക്കാം, അങ്ങനെ പറഞ്ഞേക്കാം, പലരോടും വിളിച്ച് പറഞ്ഞേക്കാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ. കാരണം അതല്ല, നാളെയും ഈ ഷോ ഉണ്ടാവണം.
അടുത്ത വർഷം ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാവണം, അല്ല സീസൺ 6 പൂട്ടിക്കെട്ടണം. സീസൺ 6 ഇങ്ങനെ ആയി പോയി എന്ന് കരുതിയിട്ട് ഇപ്പം ഒരു മലയാള സിനിമ നശിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അഖിൽ അവരെ വിൻ ചെയ്ത് വന്ന ഒരാൾ വെളിപ്പെടുത്തുന്നതാണ് അവിടെയുള്ള പെൺകുട്ടികളെ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പെൺകുട്ടി പോയാൽ ധൈര്യം കാണിക്കുക, ഷോ പോലും ഇല്ലാതാക്കുന്നതിലേക്കാണ് അഖിൽ പ്രതികരിക്കുന്നത്. അതെങ്ങനെ മറ്റേ എനിക്ക് ശേഷം പ്രളയം എന്നൊരു ചിന്താഗതി ഉണ്ടോ? അല്ല, അതല്ലോ രണ്ടുപേരില്ലെങ്കിൽ ഷോ ഇല്ല. നമുക്ക് ഒരു പറയുന്നുള്ള അടിസ്ഥാനമുണ്ട്. അഖിൽ ഇപ്പൊ പറഞ്ഞില്ലേ അടുത്ത സീസൺ 7 വേണം. അതെ, എങ്ങനെയാണ് ഒരു പേരൻസ് ഒരു കുട്ടിയെ വിടുന്നത്? അതിനായിട്ട് പോകാൻ പറ്റും. സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പെൺകുട്ടിയുടെ സിനിമയിൽ അഭിനയിക്കായിരിക്കും. ഇന്നും തള്ളല്ലേ? അതുപോലെയാണോ ഇത്? പടം പോലും അനൗൺസ് ചെയ്യാതെ എനിക്ക് അതുപോലെയാണോ പുറത്ത് അവിടെ ഷൂട്ട് ചെയ്യുന്ന പല കണ്ടന്റും പുറത്ത് വരുന്നില്ല, എഡിറ്റ് ചെയ്ത കണ്ടന്റുകൾ ഫുൾ കണ്ടന്റ് വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞുതരാം, ഫുൾ കണ്ടന്റ് വരുന്നുണ്ടോ? ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ എഡിറ്റഡ് എന്ന് പറയുന്നത് എപ്പിസോഡ് മാത്രമാണ്. ഈ 24 വരുന്ന സാധനം എഡിറ്റഡ് ഒന്നുമല്ല. അതെന്ന് പറയുന്നത് ഇപ്പൊ 24 മണിക്കൂർ അവിടെ നടക്കുന്ന ക്യാമറയുടെ സ്ട്രീമിംഗ് മാറ്റാം, സ്ട്രീമിംഗ് പോയിന്റുകൾ മാറ്റാം. ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട വിഷയമെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ ആംഗിളിലായിരിക്കും കാണിക്കുന്നുണ്ടെങ്കിൽ ഇതേ സമയത്ത് അപ്പുറത്ത് നടക്കുന്ന മറ്റൊരു കാര്യം അവർക്ക് കാണിക്കാതിരിക്കാം. അതെന്തുകൊണ്ടാണ്? നല്ല കണ്ടന്റ് അല്ലാത്തതുകൊണ്ടാണ്. അവർ ഇത്രയും കാശ് മുടക്കി അവിടെ ഷോയിൽ നടത്തിയിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിരുന്ന് പറയുന്നേക്കാം, ഞങ്ങൾ അകത്ത് പോയിട്ട് ഭയങ്കര കണ്ടന്റ് ഉണ്ടാക്കി, പക്ഷേ ഇത് പുറത്ത് നിന്നും കണ്ടിട്ടില്ലെന്നാ. അതിൻ്റെ അർത്ഥം നല്ല കണ്ടന്റ് അല്ലെന്നാണ്. അപ്പോൾ ഒരു കട്ട് ചെയ്യും. നല്ല കട്ട് ചെയ്യുന്നില്ല, ഒരു ക്യാമറയുടെ ആംഗിൾ മാറ്റും. അവർക്ക് വേണ്ടത് എന്താ? അവർക്ക് ഇപ്പം കഴിഞ്ഞ സീസണിൽ എന്നെ 10 പേര് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും എന്നോടുള്ള സ്നേഹം കൊണ്ടാ? നമ്മൾ നിൽക്കുന്നിടത്ത് കൂടുതൽ കണ്ടന്റ് ഉണ്ടാകുന്നു, ആൾക്കാർ അത് ആസ്വദിക്കാൻ താല്പര്യപ്പെടുന്നു. അല്ലെങ്കിൽ അതിന് മുമ്പത്തെ സീസണിൽ രജത് കുമാറും റോബിനും ഒക്കെ ഉള്ള സാഹചര്യങ്ങളിൽ അവരടുത്തേക്കായിരിക്കും കൂടുതൽ ക്യാമറ ആൾ ഫോക്കസ് ചെയ്യുന്നത്. ചാനലിൽ നിന്ന് ഈ ഷോ നടത്തുന്നത് അല്ലെങ്കിൽ എൻ്റെ മോൾ ഷൈൻ എന്ന് പറഞ്ഞ കമ്പനി ഷോ നടത്തുന്നത് ഏറ്റവും നല്ല നിമിഷങ്ങൾ ആൾക്കാരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സീസണിൽ പറ്റിപ്പോയ പ്രശ്നം എന്താ? ഈ സീസണിൽ തുടക്കം മുതൽ 2 പേരെ ഫോക്കസ് ചെയ്തിട്ട് ഈ ബാക്കി 17 പേരും ഗെയിം കളിക്കാൻ മറന്നുപോയി. ഒരൊറ്റ മനുഷ്യർക്കൊരു കണ്ടന്റ് ഇല്ല. 50 ദിവസമായി. ഞാൻ തന്നെ പലയിടത്തും ചോദിക്കട്ടെ, ഇതിനകത്ത് ഏതെങ്കിലും ഒരു പുല്ല് എനിക്ക് നയിച്ചു ഒന്ന് കാണാനാ, ഒന്ന് സന്തോഷിക്കട്ടെ, ഇതിനകത്ത് കൊള്ളാം, ഈ പരിപാടി കൊള്ളാം. ഒരൊറ്റ വീറും വൃത്തിയുള്ള കണ്ടന്റ് ഇല്ല. സീസൺ 5 നിങ്ങളൊന്ന് എടുത്തിട്ട് കണ്ടുപോകും. നിങ്ങൾക്ക് ഇന്നും എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. അത് എല്ലാവരുടെയും എടുക്കാണ്, എൻ്റെ മാത്രമൊന്നുമല്ല, എല്ലാവരുടെയും എടുക്കാണ്. അപ്പോൾ അതല്ലേ നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മളൊരു ഷോ നടത്തുമ്പോൾ പ്രേക്ഷകരെന്ന് പറയുന്ന ആൾക്കാരെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന പരിപാടി നമ്മൾ കാണിക്കരുത്, പിന്നെ വിഡ്ഢികളോട് ആക്കരുത്. ഇപ്പോൾ ലാലേട്ടൻ വന്നിട്ട് പ്രേക്ഷകരുടെ വിധി പ്രകാരം ഏത് പ്രേക്ഷകരുടെ വിധി? അതായത് ലാലേട്ടൻ പറയുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഞാൻ വോട്ടിങ്ങിനെ കുറിച്ചല്ല ഈ പറയുന്നത്. വോട്ടിങ് പ്രേക്ഷകരുടെ വിധിയാണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ വിന്നറായത്. അല്ലെങ്കിൽ ഞാൻ വിന്നറാവൂ? ഞാൻ ഒരിക്കലും വിന്നറാവത്തില്ല. സാബു വിന്നറാവൂ? ഒരിക്കലും വിന്നറാവത്തില്ല. പ്രേക്ഷകരുടെ വിധി ആയതുകൊണ്ടാണ് എഴുതി കൊടുക്കുന്നതല്ലേ വായിക്കുന്നുള്ളൂ. അതെ, അവിടാണ് പ്രശ്നം. ഇപ്പം കഴിഞ്ഞ സീസണിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ശോഭ പുറത്തിരുന്ന് പറയുന്നുണ്ട്, എന്നെ കൊല്ലത്തേക്ക് പാക്ക് ചെയ്തേക്കണം എന്ന് പറയുന്നൊരു സംഭവം വരുന്നു. ഇത് പുറത്ത് വലിയ രീതിയിൽ വിവാദമാകുന്നു. അപ്പം പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? അതിൻ്റെ ക്ലാരിറ്റി വേണം. ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടന് സ്ക്രിപ്റ്റ് ഷോ ഡയറക്ടർ കൊടുക്കുന്ന സമയത്ത് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയത് ഇവരാണ്, ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഇതുപോലെ പല കാര്യങ്ങളിലും, അതായത് ലാലേട്ടൻ എന്ത് ചോദിക്കണം എന്ത് ചോദിക്കണ്ട എന്നുള്ളത് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ആക്കി മാറ്റാൻ ഇവർക്ക് പറ്റും. അപ്പോൾ എന്ത് ചെയ്യുന്നു? എപ്പിസോഡിൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല. ലൈവ് എല്ലാവരും കാണുന്നില്ലല്ലോ. ലൈവ് ഈ സീസണിൽ ഇവർ പറയുന്നത് ഭീകര വ്യൂവർഷിപ്പാണ്, OTTയിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂവർഷിപ്പാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ വെറുതെ ഇന്നിപ്പോൾ വൈകിട്ട് ഞാൻ അടിച്ച് നോക്കുമ്പോൾ 10,000-12,000 പേര് അറ്റ് എ ടൈമിൽ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ടപ്പോൾ 12,000 പേര് ഇൻസ്റ്റാഗ്രാമിൽ അറ്റ് എ ടൈമിൽ എനിക്ക് ലൈവിലുണ്ട്. പിന്നെ ഈ 12,000 പേര് കാണുന്നതാണോ ലോകത്തെങ്ങും ഇല്ലാത്ത വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത്? അത് കുറേ യൂട്യൂബർമാർ അവർ ഇങ്ങനെ കുത്തിയിരിക്കുകയല്ലേ, അവർക്ക് വീഡിയോ ഇടണ്ടേ, അവർക്ക് കാശുണ്ടാക്കാൻ പറ്റിയ അവസരമല്ലേ, അവരങ്ങനെ കുറേ ആൾക്കാരൊന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ കിടക്കുന്ന 3.5 കോടി ജനതയ്ക്കെങ്ങാനും ഈ 10,000 പേര് എവിടെങ്ങാനും കിടക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ഈ പറഞ്ഞുണ്ടാക്കുന്നത്? അതേസമയം എപ്പിസോഡ് അങ്ങനല്ല. എപ്പിസോഡ് കാണാൻ വലിയ, അതുകൊണ്ടാണ് ലാലേട്ടൻ പറയുന്നതിനകത്ത് ഭയങ്കര ഗൗരവമുള്ളത്. ഒരു മത്സരാർത്ഥിയെ കുറിച്ചിട്ട് വലിയ കേരളത്തിലിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന കുടുംബ പ്രേക്ഷകർക്ക് ലാലേട്ടൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന ചോദ്യങ്ങളിലൂടെയാണ് അവർ ആ മത്സരാർത്ഥിയെ ചിലപ്പോൾ വിലയിരുത്തുന്നത്. ഇപ്പം ഈ സീസണിൽ മാത്രമല്ല എല്ലാ സീസണിലും പെൺകുട്ടികളെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അവിടെ പോയത്. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ല, ഉപയോഗിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. ചിലർ വഴങ്ങി കൊടുത്തിട്ടുണ്ട്, ചിലർ അതിൻ്റെ പേരിൽ പോകാതിരുന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഈ പല ആളുകളും എന്ന് പറയുമ്പോൾ ഈ പല ആളുകളും അഖിലിനെ വിളിച്ചിരുന്നു. എല്ലാവരും വിളിച്ചിട്ടില്ല. അവർക്ക് മറ്റുള്ള വിക്ടിംസിന്റെ അനുഭവം അവരുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ സീസണിലുള്ളവർ മാത്രമാണ് അഖിലിനെ വിളിച്ചിട്ടുള്ളൂ. അല്ല, ഏതെല്ലാം സീസണിൽ 1 മുതൽ 5 വരെയുള്ള സീസണുകളിലെ പല മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഇത് അഭിപ്രായം എന്നിലേക്ക് വരുന്നത് മറ്റു പലരെയും കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അതായത് അവർ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ,
ആ വോയിസ് റെക്കോർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടുണ്ട്. സീസൺ 5 സത്യം ഞാൻ തുറന്നു പറഞ്ഞാൽ സീസൺ 5 ഒരാളെടുത്ത് പോലും ഇത്തരം ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആണ്. അതായത് സീസൺ 5 ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. സീസൺ 5 ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. സീസൺ 5 ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടേ ഇല്ല. സീസൺ 5 പക്ഷേ ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. അതായത് ഒരു മത്സരാർത്ഥിയുമായി ബന്ധപ്പെട്ട് പൈസയുടെ ഒരു ഡീലിങ്, അതായത് ഇത്ര പൈസ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീലിങ് നടന്നിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് അതേ മത്സരാർത്ഥിയോട്, കാരണം അത് ഞാൻ പറഞ്ഞില്ല, അത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മത്സരാർത്ഥി എന്ന നിലയിൽ നമ്മൾ അതിൻ്റെ അപ്പം അത് അവർക്ക് പുറത്തുവിടാം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എനിക്കത് ഞാൻ അത് വേണമെങ്കിൽ അവരൊരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് കിട്ടിയേക്കുന്ന പൈസ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ലെന്ന് വേണം. കാര്യം ഇന്ന് ബാങ്ക് വഴി വരുന്ന പൈസകളാണ് ഇവന്മാരാർക്കും കൊടുത്തിട്ട് എനിക്ക് സന്തോഷം കേട്ടോ. അതെൻ്റെ ഒരു സംശയമാണ്. ഞാൻ ആ സംശയം എന്തുകൊണ്ട് എനിക്ക് ബലപ്പിച്ച് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ബിഗ് ബോസിലേക്ക് കയറി പോകുമ്പം ഞാനൊരു ഫിലിം ഡയറക്ടറാണ്, റൈറ്ററാണ്, ഒരുപാട് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അതിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയയിൽ പലവിധ വിവാദ വിഷയങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പം അങ്ങനെ ഒരാളായ എനിക്ക് ഇടുന്ന ഒരു വിലയുണ്ടല്ലോ, ആ വിലയിൽ നിന്ന് മൂന്നരട്ടി ശമ്പളം കൊടുത്തുകൊണ്ട് നമ്മളുടെ പ്രൊഫൈലിനകത്ത് നിന്ന് ഒരുപാട് താഴ്ന്ന് അവർക്ക് ചിലപ്പോൾ അവരെ ഇപ്പോൾ വ്യക്തിപരമായിട്ട് എടുത്താൽ എന്നെക്കാട്ടി വലിയ കക്ഷികളായിരിക്കും, നമുക്ക് അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ സമൂഹത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണല്ലോ ബിഗ് ബോസ് പോലത്തെ ഷോ പെട്ടെന്ന് നോക്കി കാണുന്നത്, അതുവഴിയാണല്ലോ ഒരാൾക്ക് പൈസ ഇടുന്നതും. അങ്ങനെ നോക്കി കാണുമ്പോൾ അത്ര വലിയ പ്രൊഫൈൽ ഇല്ല എന്ന് തോന്നുന്ന ഒരാൾക്ക് എന്നേക്കാൾ 3 ഇരട്ടി ശമ്പളം കൊടുക്കാനുണ്ടായിട്ടുള്ള ചേതോ വികാരം എന്താണെന്നുള്ള എൻ്റെ സംശയം. എനിക്കത് കൃത്യമായിട്ട് ശമ്പളം അത്രയും കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അത് സീസൺ 5 ഓക്കെ. മറ്റ് വിഷയങ്ങളൊന്നും തന്നെ സീസൺ 5 ബന്ധപ്പെട്ട് ഒരാളും അങ്ങനെ എൻ്റെ അടുത്ത് പറയും, അഖിലേട്ടാ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഒരു ലൈറ്റ് അപ്രോച്ചൊക്കെ, അതായത് ഒന്ന് എറിഞ്ഞു നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു എറിയൊക്കെ എറിഞ്ഞിട്ടുണ്ട്, ഒരു ചൂണ്ട ഒന്ന് എറിഞ്ഞു നോക്കിയിട്ടുണ്ട്. അതിൽ അവർ ആദ്യമേ അങ്ങനെ ഇവർ സ്ട്രൈറ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ട്, കാരണം എന്തെന്നറിയോ, ഇവർ ഈ 6-7 പേരടങ്ങുന്ന ഒരു ഇൻ്റർവ്യൂ പാനലാണ് ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 1-2 എന്നെ പുറത്താക്കണമെന്ന് വിചാരിച്ചല്ലേ, എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കഴിഞ്ഞ സീസണിൽ ഇൻ്റർവ്യൂവിന് തന്നെ ശ്രമിച്ചതല്ലേ, നടക്കാതെ പോയതാണ്. കാരണം ബിഗ് ബോസിൽ ഞാൻ ഉണ്ടാവണമെന്ന് മറ്റുള്ളവർ ആഗ്രഹിച്ചതുകൊണ്ടും ഈ ഷോ നന്നാവണമെന്ന് ചിലർ ആഗ്രഹിച്ചതുകൊണ്ടിൻ്റെ ഫലമാണ് ഞാൻ ബിഗ് ബോസിൽ വരുന്നത്. പിന്നെ ബിഗ് ബോസിനകത്ത് വന്നതിന് ശേഷം ഇവനെ പണിയാനുള്ള പരിപാടി ആലോചിക്കാമെന്ന് പിന്നീട് തീരുമാനിച്ചതാണ്. ഓക്കെ. ഈ ഒരാളുടെ അടുത്ത് പൈസയുടെ എൻ്റെ ഒരു സംശയമാണ്, അത് വേണമെന്നുള്ള സംശയമാണോ അയാൾ അയാളെങ്ങാനും പറയൂ? അഖിലിന്റെ അടുത്ത് പറഞ്ഞു? ഒരിക്കലും പറയത്തില്ല. അഖിലിനെല്ലാം സംശയങ്ങളാണ്. അല്ലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ചാനൽ ഒരാൾക്ക് പൈസ വരുമ്പോൾ, ഇപ്പൊ താങ്കൾ ഒരു സീനിയർ മാധ്യമ പ്രവർത്തനാണ്, ഇന്ത്യ വിഷൻ മുതൽ ഇങ്ങോട്ട് ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. താങ്കളെയും ഇന്നലെ ഓൺലൈനിൽ വരുന്ന ഒരു മാധ്യമ പ്രവർത്തനയും കൂടെ ഇതുപോലെ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തക ഒരു സ്ത്രീയാണെന്ന് വെച്ചോളൂ, താങ്കളെയും എടുക്കുകയാണ്. അപ്പോൾ താങ്കൾക്ക് തരുന്ന ശമ്പളം സപ്പോസ് 20,000 രൂപ ശമ്പളം താങ്കൾക്ക് പറയുന്നു ഒരു ദിവസം, അവർക്ക് 60,000 കൊടുക്കുന്നു എന്ന് പിന്നീട് താങ്കൾ അറിയുകയാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്ന സ്വാഭാവിക സംശയം എന്തായിരിക്കും അതിൻ്റെ കാരണമെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നത്തില്ലേ? അപ്പം ഈ കാരണം എന്താ? അപ്പം ഈ കാരണമെന്ന് പറയുന്നത് അവർക്ക് ചിലപ്പം കൊടുക്കുന്നത് 20,000 അല്ലെ 15,000, നിനക്ക് 15,000 ഉള്ളു കേട്ടോ, ബാക്കി 35,000 ഞങ്ങൾക്ക് തന്നോണം. ഇത് മുൻപുള്ള ചില മത്സരാർത്ഥികളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം ഡീലുകളിൽ കയറ്റിവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അതൊരു സംശയമാണ്. ആ സംശയത്തിനുള്ള കാരണം ഇതാണ്, ഞാൻ പറഞ്ഞല്ലോ, ഈ രീതിയിൽ വന്ന സാലറി വേരിയേഷനിൽ നിന്നാണ് ഞാൻ എൻ്റെ മനസ്സിലേക്ക് ആ സംശയം വരുന്നത്. സംശയം മാത്രമേ ഉള്ളൂ. അത് സംശയം, അത് ആ ആരോപണത്തെ, അതൊരു ആരോപണമെന്ന് വേണമെങ്കിൽ എടുക്കുകയുള്ളൂ. ആ ആരോപണത്തെ വളരെ ഈസിലി അപ്പുറത്ത് പൊളിക്കാൻ പറ്റും. അവർക്ക് വന്നേക്കുന്ന ശമ്പളവും ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് വിട്ടാൽ പൊളിയും. പിന്നെ വേറെ സംശയം വിലക്കാൻ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇയാൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി അതിനകത്ത് എനിക്കെതിരെ ആൾക്കാർ നിന്നത്, അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സംശയം എന്ന് പറയുന്ന ആരോപണം വിലക്കുന്നത്. എന്നെ പുറത്താക്കണമെന്നും മറ്റേയാളെ ജയിപ്പിക്കണമെന്നും പറഞ്ഞ് അകത്ത് അടിയും വഴക്കം ഉണ്ടാക്കി. ഞാൻ ജയിച്ച് കപ്പടിച്ച ദിവസം അവർ ഒരെണ്ണം പാക്കപ്പ് പാർട്ടിക്ക് വന്നില്ലെന്നേ, ഈ ടീം വന്നില്ല. അവരൊരു മെസ്സേജ് അയച്ചു എൻ്റെ മോഷൻ എൻ്റെ ആൾക്കാർക്ക്, ദിസ് ഈസ് അൺഫെയർ എന്ന്. എന്നിട്ട് ഈ മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് ഹോട്ട്സ്റ്റാറിൽ മറ്റേ റോബോട്ടിക്കായിട്ട് സോഫ്റ്റ്വെയർ ഓട്ടടിച്ച് കയറ്റി. അതവർ പിടിച്ചതുകൊണ്ടായിരിക്കും അൺഫെയർ എന്ന് പറഞ്ഞത്. കാരണം ഏത് വിധേന എന്നെ തോപ്പിക്കണമല്ലോ, അപ്പോൾ കള്ളവോട്ടെങ്കിലും ചെയ്ത് തോപ്പിക്കണം. കാര്യം അമ്മാതിരി ഹ്യൂജ് വോട്ട് എനിക്ക് കിട്ടുന്നുണ്ട് തുടക്കം മുതൽ. ഈ പൈസ കൊടുത്തതിൻ്റെ അതായത് പ്രേക്ഷകരെ ആക്കാൻ കഴിയുന്ന ഒരു സാധനം ഇതിവിടാണ്. അത് പക്ഷേ ഞാൻ വേറെ കാര്യം കേട്ടോ, അതിപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. വേണമെങ്കിൽ ഇവർക്കൊരു മാനിപ്പുലേഷൻ നടത്താം. ഈ ഫിനാലയിൽ മാത്രമായിരിക്കും ഈ റോബോട്ടിക്കായിട്ട് വരുന്ന അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്ന വോട്ടുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റിംഗ് സിസ്റ്റം ഇരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ 5 പേരല്ലേ ഉള്ളൂ, അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാൾ വേണം ജയിച്ചു വരാനെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടും. ആ സമയത്ത് ഓഡിറ്റിംഗ് ടീം ചിലപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വാച്ച് ചെയ്യും. അതേസമയം ഇപ്പുറത്ത് ഈ നോർമൽ ഒരു വീക്കെൻഡ്,
അതായത് ഒരു 4th വീക്ക് 5th വീക്ക് 6th വീക്ക് അതിൽ ഇവർക്ക് താല്പര്യമുള്ളൊരു മത്സരാർത്ഥി മാക്സിമം നിൽക്കണമെന്നുള്ള ഉദ്ദേശം ഇവർക്കുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 500 വോട്ടിൻ്റെയോ 1000 വോട്ടിൻ്റെയോ അല്ലെ 10,000 വോട്ടിൻ്റെയോ ഒക്കെ വ്യത്യാസത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് വിളിച്ചിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ട് പറയാം, ഇന്ന ആൾക്ക് സപ്പോസ് എക്സ് എന്ന് പറയുന്ന നമ്മുടെ കണ്ടസ്റ്റൻസിന് ഇപ്പോൾ ഇത്ര വോട്ട് കുറവുണ്ട്, അവളാണ് ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുന്നത്, അവനാണ് ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുന്നത്, നമുക്കറിയാവുന്നൊരു ടീമുണ്ട്, അവരെ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ വോട്ടടിച്ച് കയറ്റിക്കോ, ആരും പെട്ടെന്ന് ഇപ്പോൾ ആരും പിടിക്കാൻ പോകുന്നില്ലെന്ന് പറയും. കാരണം അതാരും ശ്രദ്ധിക്കത്തില്ല. 15 മുതൽ 10, 15, 16, 17 മത്സരാർത്ഥികളോ അല്ലെങ്കിൽ 10 വരെയൊക്കെ ആൾക്കാർ നിൽക്കുമ്പോഴോ ആൾക്കാരും അത് വലിയ കാര്യമാക്കത്തില്ല, എങ്ങനെയെങ്കിലും സേഫായി. കാരണം ആര് പോയാലും ആൾക്കാർക്ക് ആ സമയത്ത് വലിയ പ്രശ്നമൊന്നും കാണത്തില്ല. അങ്ങനെ വേണമെങ്കിൽ ഈ പ്രേക്ഷകരെ വിഡ്ഢികളാക്കാം. പക്ഷേ കപ്പ് അല്ലെങ്കിൽ ഫിനാലയിലേക്ക് അതുകൊണ്ടാണ് ഇവർ ഫിനാലയിലേക്ക് ആൾക്കാരെ എത്തിക്കാതിരിക്കാൻ മാക്സിമം നോക്കുന്നത്. ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ എത്തിക്കുക. പിന്നെ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു മത്സരാർത്ഥി ജയിച്ചു വരുമ്പോൾ ചാനലിനും ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഈ അണിയറ പ്രവർത്തകർക്ക് ഉണ്ടാവുമല്ലോ, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാവും. ഓരോരുത്തരെ വെച്ച് ഓരോന്ന് പ്ലാൻ ചെയ്യാം. അപ്പോൾ അത്തരം പ്ലാനിങ് ഒക്കെ എൻ്റെ കാര്യത്തിൽ തുടക്കത്തിലേ കുടുങ്ങി. തുടക്കത്തിലേ ഞാൻ അവസാനം 3ാമത്തെ 4ാമത്തെ പരിപാടി പങ്കെടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല, മേനാൽ എന്നെ ഒരു പരിപാടിക്ക് വിളിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഒരു പരിപാടിക്കും വരുന്നത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഞാനൊരു 7 മാസങ്ങൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞതാണ്, നിങ്ങളുടെ കയ്യിലെ പാവയാവാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ ആരുടെയും മറ്റേ ചാടിക്കളിക്കട കുട്ടിരാമ എന്ന് പറയുമ്പോൾ ഒന്ന് കളിക്കുന്ന കുട്ടിരാമനല്ല ഞാൻ. അതുകൊണ്ട് എന്നെ ഇനി ഒരു പരിപാടിക്കും വിളിക്കരുതെന്ന് ഞാൻ ആദ്യമേ അവരുടെ അടുത്ത് കൊണ്ട് ഒഴിവായതാണ്. എന്നെ വല്ല ഗസ്റ്റായിട്ടോ വല്ല ജഡ്ജോ അങ്ങനെയൊക്കെയുള്ള നമുക്ക് വന്നിരുന്ന കംഫർട്ടാവുന്ന സോണിൽ വിളിക്കുക. പിന്നെ നമ്മളെ നാട്ടിക്കാൻ വേണ്ടി കുറേ പരിപാടികളിൽ ഞാൻ പങ്കെടുത്ത് 1-2 പ്രോഗ്രാം വെച്ചിരുന്നു, അതെല്ലാം ഞാൻ മുൻകൂട്ടി വെട്ടി. ഞാൻ പറഞ്ഞു ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ജയിക്കേണ്ടി വന്നതെന്ന്. കുറേ ഉടായ്പ പരിപാടി കൊണ്ട് സ്ക്രിപ്റ്റിനകത്ത് വന്നു. എന്നിട്ട് എന്നെ ഫാമിലിയും കൂടെ വിളിച്ചിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഓണപരിപാടി നടന്ന സമയത്ത് ഞാനും ഫാമിലിയും കുട്ടികൾ ഉൾപ്പെടുന്ന എല്ലാവരുടെയും വിളിച്ചിരുത്തിയിട്ട് അതിനകത്തൊരു സ്കിറ്റ് കുമാർ കാണിച്ചു. എന്തുവാ മറ്റേ മുണ്ടിൻ്റെ പൊക്കുന്ന വിഷയമായിട്ട് കൊണ്ടുപോയിട്ട് ആ വിഷയം തന്നെ ഇവന്മാർ അനാവശ്യമായിട്ട് ഉണ്ടാക്കിയൊരു വിഷയമല്ലേ. ഹൗസിനുള്ളിൽ ഞാൻ തമാശയായിട്ട് നമ്മളിരുന്നിട്ട് ചുമ്മാ അതായത് എവിടെ എന്ത് മുണ്ട് പൊക്കിയ ആരെന്ത് മുണ്ട് പൊക്കിയത് കണ്ടു, ഒരു ഉടുത്തിരിക്കുന്ന മുണ്ട് ചുമ്മാ ഇങ്ങനെ കൈകൊണ്ടെന്ന് പൊക്കി കഴിഞ്ഞാൽ മറ്റേ തുണി അഴിച്ച് കാണിച്ചെന്നുള്ള രീതിയിലാണ് അതിൻ്റെ അർത്ഥം. മുണ്ട് പൊക്കിയതാണല്ലോ അത് ശരി, മുണ്ട് ഇങ്ങനെ പൊക്കാൻ പറ്റത്തില്ല. വെറുതെ പൊക്കല്ലോ, ശരിക്കും തന്നെ പൊക്കിയത്. എവിടെ പൊക്കിയത് ആ വീഡിയോ നമ്മൾ ഇന്റർവ്യൂ ചോദിച്ചാണ്. തെറ്റ് തെറ്റായതുകൊണ്ടല്ലോ അഖിലെന്ന് പറഞ്ഞത്. ഞാൻ തിരിച്ചങ്ങോട്ടൊരു കാര്യം പറയാം, അഖില് മാപ്പ് പറഞ്ഞല്ലോ അതിന്. ഇത് അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ നിന്ന് ഒരാളെ പൊക്കി കാണിക്കുക ഇതൊക്കെയാണല്ലോ സാധാരണ ലൈംഗിക ചേഷ്ടയോട് കൂടിയിട്ട് നമ്മൾ കാണിക്കുന്ന ആക്ട് എന്ന് പറയുന്നത്. ഞാൻ അവിടുന്ന് തമാശയായിട്ട് എന്തോ പറഞ്ഞ സമയത്ത് ഈ ബിഗ് ബോസിലെ മറ്റേ ലുലു മാളിലെ മുണ്ട് വെക്കുന്ന കാര്യം പറഞ്ഞ സമയത്ത് നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ട് മുണ്ട് ഇങ്ങനെ പൊക്കി കാണിച്ചു കഴിഞ്ഞു. ആ വിഷയം അത് അകത്തിട്ടിരിക്കുന്ന ബോക്സർ പോലും കണ്ടില്ല എന്ന് അകത്തിരിക്കുന്ന മത്സരാർത്ഥികൾ പറഞ്ഞു. പിന്നെ എന്തോന്ന് പൊക്കി കാണിക്കില്ല, ഒരുത്തം പൊക്കി കാണിച്ചാൽ വീറും വൃത്തിയായിട്ട് കാണിച്ചുകൂടെ സാമാൻ.